ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോയില് അനുമോളേനെ ജിസേൽ ഹൈറ്റിന്റെ ബേസിൽ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾക്ക് ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, നിന്നെ പോലെ ചെറുതല്ല എന്നാണ് ജിസേൽ അനുനോട് പറയുന്നത് കേട്ടോ. അപ്പൊ തന്നെ അനുമോള് ചാടി എണീറ്റ് പറയുന്നുണ്ട്, ഹൈറ്റിനെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്, മര്യാദയ്ക്ക് സംസാരിച്ചോണം എന്ന് അനുമോൾ ജിസേലിനോട് പറയുന്നുണ്ട്. ജിസേൽ ഒപ്പം തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ ഇനിയും പറയും, നീയും മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ടസ്റ്റൻസും കുറച്ച് പേരെങ്കിലും ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. ജിസേലിനോട് ഹൈറ്റിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല. അനുമോള് നല്ല ഫയർ ആയിട്ട് നിന്നതായിരുന്നു. ആ ഫയറിനോടൊപ്പം തന്നെ അനുമോള് പെട്ടെന്ന് ഇമോഷണലി വീക്ക് ആവുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്, അനുവിന്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയാണ്, ഇമോഷണലി ഭയങ്കര വീക്കാണ്, പെട്ടെന്ന് കരയും. അങ്ങനെ ഓടിപ്പോയി കരയുന്നുണ്ട്, എല്ലാവരും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ ഹൈറ്റ് കുറഞ്ഞത് എന്റെ കുറ്റം കൊണ്ടാണോ, എന്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ചിട്ടാണ് അനു കരയുന്നത്. അങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ വിഷയം ഉണ്ടാവാനായിട്ട് കാരണം എന്താണെന്നറിയോ? ബിഗ് ബോസ് ജിസേലിന് കൊടുത്ത ഡ്രസ്സ് കീറിയിട്ടുണ്ട്. ജിസേല് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഉള്ളിലിടുന്ന ഷോർട്സ് ആണ്. ബിഗ് ബോസ് തന്ന ഡ്രസ്സ് ഇടാനായിട്ട് ജിസേലിന് യാതൊരു വക താല്പര്യമില്ല എന്ന് മാത്രമല്ല, സ്കിൻ ഫിറ്റ് പോലുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ മേക്കപ്പ്, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുള്ള ജിസേൽ ഉണ്ടല്ലോ, ആ ജിസേലിനെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ജിസേൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം വാണിംഗ് കിട്ടിയിട്ട് പോലും ജിസേൽ ഇപ്പോഴും മേക്കപ്പും ഡ്രസ്സസും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് തന്ന ഡ്രസ്സ് എന്തേ ഇടാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് ജിസേൽ പറയുന്നത്, ആ ഡ്രസ്സൊക്കെ കീറി, ഞങ്ങൾ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതിനെ കൊണ്ട് അത് കീറിയെന്ന്. ഇത് ചോദ്യം ചെയ്തതാണ് ആക്ച്വലി അനു. കാരണം ഇത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരാള് ബിഗ് ബോസ് തന്ന ഡ്രസ്സ് ഇടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം കയറിയതാണെങ്കിലോ, അത് ചോദ്യം ചെയ്തപ്പോഴാണ് ജിസേൽ ഇത്രയ്ക്കും ടെറർ ആവുന്നത്. ജിസേൽ സത്യം പറഞ്ഞാൽ അവിടുത്തെ കണ്ടസ്റ്റൻസിനൊക്കെ ഒരുമാതിരി പേടിപ്പിച്ച് നിർത്തിയേക്കാണ് കേട്ടോ. ഇത്രയ്ക്ക് റോള് തെറ്റിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടസ്റ്റന്റിനെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നല്ല 7ന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ.